CPM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് പാർട്ടി മെമ്പർമാർക്ക് വേണ്ടിയുമുള്ള റിപ്പോർട്ടിംഗ് നടക്കാൻ പോവുകയാണ്. ഈ ഒരു ഘട്ടത്തിലാണ് കേരളത്തിലെ മാധ്യമങ്ങൾ CPIMൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച റിപ്പോർട്ട് സെൻട്രൽ കമ്മിറ്റിയിൽ അവതരിപ്പിച്ചപ്പോൾ സെൻട്രൽ കമ്മിറ്റി തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നുള്ള വാർത്ത കൊടുത്തു. തികച്ചും തെറ്റായ ഒരു വാർത്ത ഉൽപ്പാദിപ്പിക്കുക, അത് പ്രചരിപ്പിച്ച് ചർച്ച ചെയ്യുക, ഈ നിലയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായത്. തുടർന്ന് സെൻട്രൽ കമ്മിറ്റി കഴിഞ്ഞതിന് ശേഷം സെൻട്രൽ കമ്മിറ്റിയിൽ പാർട്ടി നേതൃത്വത്തിനെതിരായി, പ്രത്യേകിച്ച് ജനറൽ സെക്രട്ടറിക്കെതിരായി VP ജയരാജൻ്റെ പേര് തന്നെ പറഞ്ഞുകൊണ്ട് അതിശക്തിയായിട്ടുള്ള വിമർശനം നടത്തുകയുണ്ടായി എന്ന വാർത്തയും വരികയുണ്ടായി. ജയരാജനെ സംബന്ധിച്ച് നിയമ നടപടികൾ സ്വീകരിക്കും എന്ന് പറയുകയും അതിൻ്റെ നിലപാട് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും ശരിയല്ലാത്ത, യെച്ചൂരി തന്നെ റിപ്പോർട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് പറയുമ്പോഴും പറഞ്ഞു, ജയരാജൻ പങ്കെടുത്തു എന്നുള്ളത് ശരിയാണ്, പക്ഷേ ആ മേഖലയിൽ നടന്ന ചർച്ചയിലെ ജയരാജൻ പങ്കെടുത്തിരുന്നില്ല. എന്നിട്ടാണ് ഇതുപോലുള്ള കളവ് വളരെ പ്രധാനപ്പെട്ട പത്രം എന്ന് പറയുന്ന പത്രങ്ങൾ ഉൾപ്പെടെ അച്ചടിച്ച് പ്രസിദ്ധീകരിക്കുന്നത്. പിന്നെ പാർട്ടി സംസ്ഥാന കമ്മിറ്റി കണ്ട, ഞാൻ തന്നെ പത്രസമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ തന്നെയാണ് പാർട്ടി സെൻട്രൽ കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കേരളത്തിൻ്റെ പ്രത്യേക ഭാഗം വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ വിശദീകരിച്ചു. അല്ലാണ്ട് ഞങ്ങൾ അവതരിപ്പിച്ചതെല്ലാം തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നുള്ള രീതിയിലല്ല. മാത്രമല്ല, ജനറൽ സെക്രട്ടറിയും സഖാവ് പ്രകാശ് കാരാട്ടും കൂടി പങ്കെടുത്ത 5 ദിവസം നീണ്ടു നിൽക്കുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും ചേർന്ന് എത്തിച്ചേർന്ന നിഗമനങ്ങൾ തന്നെ അഖിലേന്ത്യാടിസ്ഥാനത്തിലുള്ള പാർട്ടി പരിശോധനയിൽ കേരളവുമായി ബന്ധപ്പെട്ട് അവതരിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തെറ്റായ രീതിയിലുള്ള പ്രചാരവേല പാർട്ടിക്കെതിരായിട്ട്, പാർട്ടിക്കകത്ത് തർക്കങ്ങളും പ്രശ്നങ്ങളുമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടന്നു വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഈ തെറ്റായ പ്രചാരവേല ജനങ്ങൾ തള്ളിക്കളയുമെന്ന കാര്യത്തിൽ CPMന് യാതൊരു സംശയവും ഇല്ല. ഡി ബിനോയ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ബിനോയ്, എന്തൊക്കെയാണ് CPM സംസ്ഥാന സെക്രട്ടറി ഈ ഘട്ടത്തിൽ പറഞ്ഞു വെക്കുന്നത്? പാർട്ടിയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന വാർത്തകളിൽ എന്തൊക്കെ വിശദീകരണവും ന്യായീകരണവുമാണ് എം വി ഗോവിന്ദൻ നടത്തുന്നത്? മാധ്യമങ്ങൾ നടത്തുന്ന പ്രചാരവേലയാണ് CPMനെതിരെ ഇപ്പോഴും തുടരുന്നത് എന്ന തരത്തിലേക്കാണ് CPM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുന്നത്. മാധ്യമങ്ങൾ വല്ലാത്ത തരത്തിൽ ആവശ്യമില്ലാത്ത വാർത്തകൾ പ്രചരിപ്പിക്കുവാൻ ശ്രമിക്കുന്നു. പ്രത്യേകിച്ചും പാർട്ടി സംസ്ഥാന കമ്മിറ്റി നടത്തിയ വിലയിരുത്തലിനപ്പുറത്തേക്ക് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി പുതുതായി ഒന്നും കണ്ടെത്തിയിട്ടില്ല. ചില മാധ്യമങ്ങൾ പറഞ്ഞത് പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ കണ്ടെത്തലുകളെ തള്ളിക്കൊണ്ടാണ് കേന്ദ്രം പ്രത്യേക റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. അത്തരത്തിൽ ഒരു സംഭവവും ഇല്ല എന്ന്, അത് പാർട്ടിയിലെ പരാജയ കാര്യങ്ങൾ കൃത്യമായി അറിയാവുന്നതാണ് എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. ഇന്നത്തെ പ്രധാനമായും രണ്ടുപേരെ ന്യായീകരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇന്ന് വാർത്താ സമ്മേളനം വിളിച്ചത് തന്നെ. ഒന്ന്, EP ജയരാജനെതിരെ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. ആ ആരോപണങ്ങൾ പ്രത്യേകിച്ചും അദ്ദേഹത്തിന് കണ്ണൂർ മേഖലാ സമ്മേളനത്തിലുണ്ടായ ചില പ്രശ്നങ്ങളായിരുന്നു. അത്തരം പ്രശ്നങ്ങളെല്ലാം തന്നെ മാധ്യമ സൃഷ്ടികളാണ്. അങ്ങനെ ഒരു തരത്തിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരായ ഒരു നീക്കം കേന്ദ്ര കമ്മിറ്റിയുടെ ഭാഗത്തുണ്ടായിട്ടില്ല എന്ന് പറയുന്നതിനൊപ്പം തന്നെ രണ്ടാമത് SFIയെ പ്രതിരോധിക്കുക എന്നുള്ളതാണ്
പ്രധാനമായും ഇന്ന് എം പി ഗോവിന്ദൻ ലക്ഷ്യമിട്ടതും. കാരണം SFIക്കെതിരെ വ്യാപകമായ തരത്തിൽ LDFന്റെ ഘടകകക്ഷിയായ CPI തന്നെ ഇന്നലെയും ഇന്നുമായി ആരോപണങ്ങൾ ഉന്നയിച്ച ഒരു സാഹചര്യം കൂടി മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ആക്രമണങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നവരാണ് കോൺഗ്രസ് എന്നും അവർ അധ്യാപകരെ ചവിട്ടിക്കൊന്ന പാരമ്പര്യം കോൺഗ്രസിനുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. ഒപ്പം SFIക്കുണ്ടാകുന്ന എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ചകളുണ്ടെങ്കിൽ ആ വീഴ്ചകൾ പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള ആർജവം SFI നേതാക്കൾ തന്നെ കാണിക്കും. അത്തരത്തിലൊരു വീഴ്ചകൾ അവർ പരിഹരിച്ച് തന്നെ അവർ മുന്നോട്ട് പോകും. അതേസമയം എല്ലാ അർത്ഥത്തിലും SFIയെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നതിന് പിന്നിൽ ചില പ്രചാരവേലകളുണ്ട്. അതിനൊപ്പം മാധ്യമങ്ങളും പങ്കുചേരുന്നു എന്നും പറയുന്നു. എന്തായാലും SFIക്കെതിരെ കഴിഞ്ഞ 2 ദിവസമായി CPI ഉയർത്തുന്ന ആരോപണങ്ങൾ അതിൽ കഴമ്പുണ്ട തരത്തിൽ തന്നെയാണ് ഇന്ന് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ പറഞ്ഞു വെച്ചത്. കാരണം തിരുത്തൽ SFIക്ക് ആവശ്യമാണ്. ആക്രമണങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന നയം ശരിയല്ല എന്ന് പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്ന് അത് തന്നെയാണ് വീണ്ടും ഒരിക്കൽ കൂടി പറഞ്ഞത് അദ്ദേഹം. SFIയെ ചിലർ വേട്ടയാടാൻ ശ്രമിക്കുന്നു എന്ന തരത്തിലേക്ക്, അതായത് SFIക്കെതിരായ വാർത്തകൾ നൽകാൻ മാധ്യമങ്ങൾ മത്സരിക്കുന്നുവെന്നും MP ഗോവിന്ദൻ പറഞ്ഞു. അത്തരത്തിൽ ഒരു ന്യായീകരണമാണ്. അതായത് SFIയെ വ്യാപകമായി വേട്ടയാടുന്നു. എന്നാൽ പല നമ്മുടെ സമൂഹത്തിൽ വലിയ ഉന്നതങ്ങളിലെത്തിയവർ പലരും തന്നെ SFIയിലൂടെ വന്നവരാണ്. അത്തരത്തിൽ ഉയർന്ന ഒരു വിഭാഗത്തെ സൃഷ്ടിക്കാൻ കഴിയുള്ള പ്രസ്ഥാനത്തെ പരസ്യമായി വേട്ടയാടാൻ ശ്രമിക്കുന്നു. ഇതിന് അംഗീകരിക്കാൻ കഴിയില്ല. എന്തെങ്കിലും തെറ്റ് SFIയുടെ ഭാഗത്തുണ്ടാകുകയാണെങ്കിൽ അത് പരിഹരിച്ചു പോകാനുള്ള ആർജവം അവരുടെ നേതാക്കൾ തന്നെ കാണിക്കും എന്നാണ് MP ഗോവിന്ദൻ പറഞ്ഞു വെച്ചത്. മറ്റൊരു കാര്യം, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ ചർച്ചയായതായിരുന്നു കോൺഗ്രസ് FLCC പ്രസിഡന്റിന്റെ വീട്ടിലും ഒപ്പം ഓഫീസുകളിലും ഒക്കെ തന്നെ കൂടോത്രവുമായി ബന്ധപ്പെട്ട ചില വസ്തുക്കൾ കണ്ടെത്തിയത്. കൂടോത്രം ശുദ്ധ അസംബന്ധമാണെന്നും അതിൽ പാർട്ടിക്ക് വിശ്വാസമില്ലെന്നും കോൺഗ്രസ്സുകാർ തന്നെയായിരിക്കും ഇത്തരം കൂടോത്രങ്ങൾക്ക് പിന്നിലെന്നും CPIഎം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു വെക്കുന്നു. കാരണം വരും ദിവസങ്ങളിലൊക്കെ തന്നെ കൂടോത്രം വലിയ ചർച്ചയാവാനുള്ള സാധ്യതയുണ്ട് കോൺഗ്രസിൽ. അതുകൊണ്ട് തന്നെ CPIഎമ്മും അതൊരു പരിഹാസ രീതിയിൽ തന്നെയാണ് ഇതിനെ കണ്ടതും അതുപോലെ തന്നെയാണ് അതിന് മറുപടി നൽകിയത്. ബിനോയ്.